ശ്രീലകമാകിയ നാദബ്രഹ്മസുധാമയീ ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദബ്രഹ്മസുധാമയീ വീണാധരി ശാതോദരീ പാഹി മാം പരിപാഹി മാം ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദബ്രഹ്മസുധാമയീ ദേവീ മാഹാത്മ്യലഹരീലൻ മനം സർഗസാഗരമാകേണം ദേവീ മാഹാത്മ്യലഹരീലൻ മനം സർഗസാഗരമാകേണം നൈവേദ്യമന്ത്രാങ്കുരങ്ങളിൽ അമ്മേ അന്നപൂർണാമൃതമരുളേണം ആത്മപൂജാമുദ്രകളിൽ ദേവി ഭാവതരംഗമുയർത്തേണം. എന്താടോ ഒരു തൃപ്തിക്കുറവ് പോലെ? തൃപ്തിക്കുറവൊന്നുമല്ല, മുഖസ്തുതിയാണ് എന്ന് തോന്നാത്ത ഒരു വാക്ക് ആലോചിക്കുകയായിരുന്നു. ഇതിപ്പോ എന്റെ മാത്രം എടുക്കൊന്നുമല്ല. താൻ എഴുതുന്ന പാട്ടുകൾ ചിട്ടപ്പെടുത്തുമ്പോ രാഗങ്ങളും സ്വരസ്ഥാനങ്ങളും അന്വേഷിച്ച് ആയാസപ്പെടേണ്ടി വരാറില്ല. അർത്ഥതലങ്ങളും വാക്കുകൾക്കിടയിലെ മൗനവും എല്ലാം അങ്ങനെ സ്വാഭാവികമായിട്ട് വിരിഞ്ഞു വരിക ചെയ്യുക. എഴുതുമ്പോഴുള്ള അവസ്ഥയും സത്യത്തിൽ അതന്നെയാ. ബോധപൂർവം കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ഒരു ഏർപ്പാടാവരുതല്ലോ രചന. അതെ, പറഞ്ഞ 100% നേരാ. ശ്രീനിവാസ സംബന്ധിച്ചിടത്തോളം സ്വബോധമുള്ള നേരം വളരെ കുറവാണല്ലോ. വിവരമുള്ളവർ സംസാരിക്കുന്നിടത്ത് തന്റെ ഒരു മാതിരി. ഇക്കാര്യത്തിൽ താൻ അയാളോട് ചുണ്ടിയെടുക്കണ്ട. എവിടെ എന്ത് പാട്ടിന്റെ ബാക്കി വരികൾ എവിടെയാണ്? മീറ്റർ തന്നെയാണല്ലോ. തമ്പുരാൻ റെക്കോർഡിംഗ് തിയേറ്ററിൽ എത്തുമ്പോഴേക്കും ബാക്കി റെഡി. 1-2 ചെറിയ തിരുത്ത് അത്രേ വരും. രാത്രി മുഴുവൻ വേറെ കലാപരിപാടിയായിരുന്നു അല്ലേ? ഇയാള് വിവരമില്ലാതെ വല്ലതും വിളിച്ചു പറയുന്നത് കേട്ട്. എന്നാ പിന്നെ എന്താ? അല്ല, ഈ ഇഡ്ഡലിയും സാമ്പാറും തണുത്താ പിന്നെ ഒന്നിനും കൊള്ളില്ല. അയാളുടെ വിഷയം. ചെന്നാലും എടുത്തു നോക്കാൻ പറ. ഓ, അല്ല, എന്തിനാ തമ്പുരാൻ താൻ ഇയാളെങ്ങനെ താങ്ങുന്നത്? ഒരു കടപ്പാട്, അത്രേ ഉള്ളൂ. രാമൻകുട്ടി ആശാന്റെ മകനല്ലേ, ആ ഗുണമൊന്നും ഇയാൾ കിട്ടിയിട്ടില്ലെങ്കിലും അടിസ്ഥാന സ്വരങ്ങൾ ഞാൻ അഭ്യസിച്ച അവിടുന്ന്. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പാവം. എന്തിന്റെങ്കിലും പേരിൽ 10 കാശ് കിട്ടിക്കോട്ടെ എന്ന് വെച്ച് കൂടെ നിർത്തിയിരിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മെക്കെട്ട് കയറാനും വേണ്ടേ ഒരാള്. ഇവിടുത്തെ ഈ സാമ്പാറിന്റെ തേങ്ങാ ചമ്മന്തിയുടെയും രുചി ഓർക്കുമ്പോ വീട്ടിൽ എനിക്ക് ഇരിപ്പ് ഓർക്കൂല. സുധത്തമ്പുരാട്ടിയുടെ കൈപ്പുണ്യം അതൊന്ന് വേറെ തന്നെയാണേ. തമ്പുരാൻ, ഈ ബാലകൃഷ്ണന് തബല നിശ്ചയിച്ചാലും ഇലത്താളം നന്നായി പറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ സുഖിപ്പിക്കണേ. എന്താ എന്താ വിളിച്ചേ? എന്ന് പറഞ്ഞു. എന്റെ പേരെന്താ പറഞ്ഞേ? അച്ഛനും അമ്മയും തനിക്കിട്ട പേര് ബാലകൃഷ്ണൻ. എന്താ? അത് മാത്രം വേണ്ട. ബാലെന്നും ബാലകൃഷ്ണനും വിളിക്കാനുള്ള അധികാരം ഞാൻ ഒരാൾക്കേ വിട്ടുകൊടുത്തിട്ടുള്ളൂ. അത് എവിടത്തേക്ക്. ബാക്കിയുള്ളവർക്ക് അവരിനി ഏത് കവിയായാലും ഇനി എവിടത്തെ തഹസിൽദാർ ആയാലും ശരി, എനിക്കൊരു തൂലികാനാമുണ്ട്, ചെറുവത്താണിന്ന്. അത് വിളിച്ചാൽ മതി. അതേ വിളിക്കാവൂ. തൂലിക എടുത്ത് എഴുതുന്നവനല്ലേ ഹേ തൂലികാനാമം. ഇയാളും തൂലികയും തമ്മിൽ എന്താ ബന്ധം? ഗൃഹപ്പഴ നേരത്ത് വിവരദോഷിയുടെ നാവിലും സരസ്വതി തൊലിയും എന്ന് പറഞ്ഞ കൂട്ടാണ് ഈ ശ്രീനിവാസയുടെ കാര്യം. രാജാ രവിവർമ്മ എന്നു പേരുള്ള ഒരു തമ്പുരാനുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടാവോ? ചിത്രരചനയിൽ ബഹു കേമൻ. ആ തിരുമനസിന് ബ്രഷായിരുന്നു തൂലിക. എന്തിന്? നമ്മുടെ ഈ തമ്പുരാന് ഹാർമോണിയത്തിന്റെ കട്ടകളിൽ സ്വരസ്ഥാനങ്ങൾ ഉറപ്പിക്കുന്ന വിരലുകളില്ലേ, അതാണ് തൂലിക. അതുപോലെ എനിക്ക് എന്റെ തബലയാണ് തൂലിക. തബല കൊണ്ട് ചെറുവത്താണി സംസാരിക്കും, എഴുതും. വേണ്ട, വാഗുകൊണ്ട് സംസാരിച്ചാ മതി, കൈ കൊണ്ട് തബലെ തൊടണ്ട. അവതാളം തമ്പുരാന് തീരെ ഇഷ്ടമല്ല. തബലയമേ കൈകൊണ്ട് തൊടില്ല എന്നുള്ള ഒറ്റ ഉറപ്പിലാണ് ഇയാളെ കൂടെ നിർത്തിയിരിക്കുന്നത്. തൂലികയും തൂലികയും നാമൊക്കെ ശരി. നോക്കിക്കണ്ട് 2 ഇഡ്ഡലിയുടെ എടുത്ത് വെച്ചാട്ടെ, അല്ലെങ്കിൽ ചമ്മന്തി ബാക്കിയാവും. ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്, അതില് മനസ്സർപ്പിക്കുക. കഴിച്ചോളൂ ചെറുവത്താനേ, കഴിച്ചോളൂ. വേണ്ട ശ്രീനിവാസേ, വേണ്ട.
താൻ പരിഭ്രമിക്കണ്ടോ. മുൻകോപം, ശുണ്ഠി ഇതൊക്കെ ആവുന്നത്ര ഒഴിവാക്കാം. കാരണമില്ലാണ്ട് ആരുമായിട്ടും വക്കാണത്ത് നിൽക്കില്ല. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നാവ് കൊണ്ട് പറയണ്ടല്ലോ. പ്രിയതമയുടെ നിശബ്ദമിഴികൾ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. എങ്കിൽ ഭാഗ്യം. ആ. തവല മറക്കല്ലേ, മറന്നാ പാട്ടിന്റെ താളം തെറ്റും. ആ, പുത്രിയുടെ അകത്തുണ്ട്, വിളിക്കണോ? വേണ്ട, പറഞ്ഞാ മതി. ചെറിയമ്മ ഇറങ്ങുന്നു. ശരി മോനെ. എടോ, ഇതും കെട്ടിയെടുത്തോണ്ട് വന്നില്ലെങ്കിലും തന്റെ പടിയൊന്നും മുടങ്ങില്ല. അത് മാത്രം പറയരുത്. നിർബന്ധമാണെന്ന് വെച്ചാൽ ഞാൻ റെക്കോർഡിംഗ് തിയേറ്റർ തയ്ക്കുന്നില്ല. എന്നാൽ ഇത് എടുത്തില്ലെങ്കിൽ ഞാൻ ചെറുപ്പത്താനെ ആവില്ല, വെറും ബാലകൃഷ്ണനായി പോവും. ആ, കേറി കേറി. ഓ, മോശം പോയിട്ട് വരെ. അങ്ങനെ നീങ്ങിരിക്കട്ടെ. ഓ, വരട്ടെ. തല നല്ലോണം തോർത്തിക്കൂടെ നിനക്ക്? വെള്ളം കാണും വല്ലതും വരുത്തി വെക്കും. അയ്യോ, എനിക്ക് നോവുന്നമ്മേ. ആ, നോവട്ടെ. ഓ, എന്തുമാത്രം മുടിയുണ്ടായിരുന്ന കുട്ടിയാ. കൊറേ കൊഴിഞ്ഞു, ബാക്കി ദേ മുറിച്ചും കളഞ്ഞു. മുട്ടോളം മുടി, തുമ്പത്ത് തുളസിപ്പൂ, നെറ്റിയിൽ ചന്ദനക്കുറി, ഒന്നരയും മുണ്ടുപിടിച്ചൊരു തമ്പുരാട്ടിക്കുട്ടി. അമ്മയുടെ മനസ്സിലെ പിക്ചർ എനിക്കറിയാം. പക്ഷെ സോറി, ആ വേഷം എനിക്ക് ചേരില്ല. ആ നിന്നേ, കുറച്ച് രാസനാദിപ്പൊടി കൂടി. അയ്യോ വേണ്ട, എനിക്ക് എന്റെ മണം ഇഷ്ടമല്ല. ഇഷ്ടക്കടൊക്കെ പിന്നെ വേണ്ട അമ്മേ. സർക്കസിൽ വേഷം കെട്ടാൻ പോണ മാതിരിയാ പോക്ക്. കുട്ടികളല്ലേ ചെറിയമ്മ? അതെ അതെ, പക്ഷെ ഒന്നിനോളം മുതിർന്ന പെൺകുട്ടിയാ. ആ ബോധം അതിനോ ഇല്ല. മറ്റുള്ളവർക്കും കൂടി ഇല്ലാണ്ടായാല് ഞാനൊന്നും പറയണില്ലേ. ഹായ്. ഹലോ. എത്ര നേരം ഞാനിവിടെ വെയിറ്റ് ചെയ്യണു. വീട്ടിൽ വിളിച്ചപ്പോ രാവിലെ തന്നെ പോയിന്ന് പറഞ്ഞു. ഇറങ്ങിയല്ലേ പറ്റൂ. നിന്നെ പോലൊരു സാധനത്തിനെ നാളെ ഒരു കാലത്ത് വെച്ച് പൊറപ്പിക്കണമെങ്കിലേ ഇപ്പോഴേ അതിനുള്ള വഴി പഠിച്ചു വെക്കണ്ടേ. ഓ സാർ, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അച്ഛനോടും അമ്മയോടും ഞാൻ പറഞ്ഞോളാം എനിക്ക് പറ്റിയ വേറൊരാളെ അന്വേഷിക്കാൻ. ആ, എങ്കിൽ പിന്നെ അതാ നല്ലത്. ഞാൻ ഈ കാര്യം എങ്ങനെയാ നിന്റെ അച്ഛനോടൊന്ന് അവതരിപ്പിക്കാന്ന് കരുതി വിഷമിച്ചിരിക്കായിരുന്നു. അതെ, വൈകിട്ട് ലോട്ടസ് ക്ലബിൽ ടൂർണമെന്റ് കാണാൻ ഞാനങ്ങെത്തും. വേണ്ട വേണ്ട, ആ വഴിക്ക് കണ്ടുപോകരുത്. എന്നെ കാണാനെന്ന് പറഞ്ഞു വരുന്നതേ വേറെ പെമ്പിള്ളേരുടെ കൈയും കാലും കാണാനല്ലേ. ഇളിയൻ. അതെ, ഞാനുണ്ട്. അല്ലല്ലോ ഡയറക്ടറെ, ഈ പാട്ടിന്റെ ഇടപാടൊക്കെ എങ്ങനെയാ? ട്യൂൺ ഇട്ടിട്ട് പാട്ട് പാടുകയാണോ അത് പാടി കഴിഞ്ഞിട്ട് ട്യൂൺ ഇടുക? ട്യൂൺ ചെയ്തിട്ടേ പാടാൻ പറ്റൂ. അത്രേ പറ്റൂ? ആ, മതി, അങ്ങനെ തന്നെ മതി, മാറ്റണ്ട. അപ്പോഴേ എവിടെ നമ്മുടെ പാട്ടുണ്ടാക്കണ ആള്? എന്തൊട്ടാക്കാന്ന് എനിക്ക് പറയാ. അതായി മ്യൂസിക് ഡയറക്ടർ. മ്യൂസിക് ഡയറക്ടർ, പിന്നെ ഒരുത്തൻ ആർട്ട് ഡയറക്ടർ, വേറൊരുത്തൻ അസിസ്റ്റന്റ് ഡയറക്ടർ. ഒരു പടത്തിന് എത്ര ഡയറക്ടർ ഉണ്ടോ? ഇത്രയും പേരുടെ ഇടയിൽ വെറും ഒരു ഡയറക്ടറായിട്ട് താനെന്തിനാ? ഒന്നുകൂടെ നോക്കാം, ഒരു പ്രാവശ്യം നോക്കാം. സാർ, പ്രൊഡ്യൂസറാണ്. ആ, നമസ്കാരം. എന്ന് വെച്ചാ പണം മുടക്കണം മുതലാളിയാണെന്ന്.
ഒരു പ്രാവശ്യം കൂടെ നോക്കാം. അതെ, ഒരു കാര്യണ്ട്. പാട്ട് പാടി കഴിഞ്ഞിട്ട് പിന്നെ അത് നന്നായില്ല എന്ന് പറഞ്ഞ് രണ്ടാമത് നോക്കാൻ പറ്റില്ല. അതിവിടെ പറ്റില്ല. ആദ്യം പാട്ടൊന്ന് കേക്കട്ടെ, എന്നിട്ട് വേണം ചില്ലറ മുടക്കണോ മുടക്കണ്ടേന്ന് തീരുമാനിക്കാൻ. അടയ്ക്ക വിറ്റുണ്ടാക്കിയ കാശ് കണ്ടവൻ ആൽഗുൾട്ടാക്കി കളയും, ലോൺ പേരനെ കിട്ടില്ല. ആ, നന്നായിട്ടില്ല എന്ന് വെക്കുക, എന്ത് ചെയ്യും? വേറെ സ്വരസ്ഥാനങ്ങൾ പറഞ്ഞു തരുമോ? അതിനുള്ള ജ്ഞാനം നമുക്കുണ്ടോ? എന്നാലും കേട്ടാ മനസ്സിലാവൂല്ലോ. കേക്കാം. പാടാൻ വേണ്ടി ദൈവം അനുഗ്രഹിച്ച സ്വരമുള്ള ഒരുത്തം വരും, അപ്പൊ കേക്കാം. അതും പുറത്തിരുന്ന്. എഴുന്നേക്ക്, എഴുന്നേക്കാൻ. എന്റെ പൊന്ന് ഡയറക്ടർ സാറേ, മൂപ്പരെ വിളിച്ച് ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോ, അല്ലെങ്കിൽ പണി നടക്കൂല, അറിയാലോ. വന്നേ, കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. വാ, എന്താപ്പത് വന്നേ. പറഞ്ഞെനിക്ക് മനസ്സിലാവൂല്ലോ. നമ്മുടെ പടമല്ലേ ഇത്? അതിന് ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് അയാള് എന്തിനാ അലമ്പുണ്ടാക്കണേ? അത് സാരമില്ലെന്ന്. അടയ്ക്കാ വിറ്റുണ്ടാക്കിയ കാശ് അയാളുടെ ബാഗിൽ ഇരുന്നോട്ടെ. ഇതാ, അസലായി. പറയേണ്ടത് പറയേണ്ടപ്പോ പറയണം. അതെ. ആ, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. ഒന്നുകൂടെ. 1 2 1 2 3. അയ്യോ, തന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യമേ തുടരുന്ന്. എന്റെ ലോനപ്പേട്ട, ഇങ്ങനെ പിള്ളേരെ പോലെ പടങ്ങിയിരുന്നാലോ? റെക്കോർഡിങ് നടക്കുകയാണ്. വാ, അതോട്ടിരിക്കാം. എനിക്ക് ആരുടെ റെക്കോർഡിങ് കാണണ്ട, പാട്ടും കേൾക്കണ്ട. ഈ സാധനം ഇല്ലെങ്കിലേ ഇവരൊക്കെ പാട്ടും പാടി വീട്ടിലിരിക്കുള്ളൂ. ഇങ്ങനെ കടുപ്പിടുത്തം പിടിച്ചാൽ നമ്മുടെ പരിപാടി മുടങ്ങി പോകും. വന്നേ, പറയട്ടെ. ആ വന്നേ, വാ. ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദബ്രഹ്മസുധാമയീ ജന്മജന്മാന്തര പാപശിലകൾ പുണ്യസോപാനമായി മാറേണം. ജന്മജന്മാന്തര പാപശിലകൾ പുണ്യസോപാനമായി മാറേണം. പുണ്യാഹ ജലബിന്ദുവിൽ ദേവി കാരുണ്യവാരിതിയുണരേണം. നിത്യവും ചേതനയിൽ കരുണാമലയമാരുതനൊഴുകേണം. ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദബ്രഹ്മസുധാമയീ വീണാധരി ശാതോദരീ പാഹി മാം പരിപാഹി മാം. ഓക്കെ ഓക്കെ, താങ്ക് യു, എക്സലന്റ്. ലോ തമ്പുരാൻ, ആ കൈ ഇങ്ങോട്ട് തരിക. അസലായിട്ടുണ്ട്. സാർ, താങ്ക് യു സാർ. കലക്കി. എന്താ ലോനപ്പേട്ട? നല്ല ശബ്ദത്തില് മനസ്സിൽ തട്ടുമാതിരി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഈ ലോൺ പെട്ടെന്ന് കറിയും. അതെന്റെ വീക്ക്നെസ് ആണ്. സന്തോഷം കൊണ്ടാ കണ്ണാലി. പാട്ടെന്റെ ചങ്കി കൊണ്ടു സാർ. ഓ, അപ്പൊ അത്രയ്ക്ക് മോശമായോ? അയ്യോ അല്ല, അസലായിണ്ട്. കണ്ടില്ലേ സന്തോഷം കൊണ്ട് എന്റെ കണ്ണ് അറിഞ്ഞത്. ഓ, അല്ല ചില്ലറ മുറിക്കാതെ എങ്ങനെ മുതലാവോ? അത് ഉറപ്പാണ്. എടോ ഡയറക്ടറെ, ഒരു കാര്യം ഷുവർന്ന്, ഇനി ഈ ലോൻപേട്ടൻ പടം എടുത്താ അതിലെ പാട്ട് ഇവിടെ തന്നെ. സംഗീതം കേട്ട കല്ലും കരയുന്നുള്ളത് ഇപ്പഴാ മനസ്സിലായി.
കണ്ടോ അമ്മയുടെ മോക്ക് കിട്ടിയത്? ഈ മിടുക്ക് പഠിക്കുന്നതിൽ കൂടി കാണിച്ചിരുന്നെങ്കിൽ. തുടങ്ങി പരാതി. ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആണ്. 40 to 50% മാത്രമേ എന്നെ കൊണ്ട് പറ്റൂ. മതി. ബാക്കി സ്പോർട്സ് കോട്ടയിലെ റിസർവേഷൻ കൊണ്ടേ ഞാൻ സഹായിച്ചെടുത്തോളാം. വിയർത്ത് കുളിച്ച് അരക്കുപ്പായ വിട്ട് ശിവ 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 ശിവ, ഇതിപ്പോ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോന്ന് എനിക്ക് സംശയം. നീ വാങ്ങിച്ചു എന്റെ കയ്യിന്ന്. ആ നീ വാ, വന്നു എല്ലാം കഴിക്കാൻ നോക്ക്. നേരത്തെയാണല്ലോ. ആ കേക്ക് അധികം വേണ്ടി വന്നില്ല. പാട്ട് അസലായി. ഇല്ല, ആ പ്രൊഡ്യൂസറോട് ഒരു ലേശം, അല്ലാതെ ഒരു വക്കാണവും ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല. ശരിയാണ്. ഈ പറഞ്ഞ അത്രേ ഉണ്ടായിട്ടുള്ളൂ. അതും വളരെ മൃദുവായ ഒരനുപാതത്തിൽ. ആഹാ, ഭാഗ്യം. എന്നാ പിന്നെ ഞങ്ങൾ ആ, അങ്ങനെ. അപ്പൊ താമസിക്കണ്ട, തുടങ്ങാം. അയ്യോ അതിനല്ല. ഏതിനല്ലാന്ന്? അതിനല്ല തന്നെ. ചൂടായി ഇപ്പൊ തന്നെ ചൂടായി. പാവം. പിന്നെന്താ മുത്തശ്ശിയോടൊരു സ്നേഹം പതിയില്ലാണ്ട്. നല്ല ഭംഗിയുള്ള മുടിയല്ലേ, വെള്ളിനാര് പോലെ. കണ്ടിട്ട് കൊത്തിയാവണു. അച്ഛാ നിന്നേ, ആ, ഇങ്ങോട്ടൊന്ന് വന്നേ. ഞാൻ ഒന്ന് ഫോൺ ചെയ്യട്ടെ. അയ്യോ ഇപ്പൊ പോവാം. ഇങ്ങോട്ടൊന്ന് വാ, ഒരു മിനിറ്റ് പ്ലീസ്. ഏ? ഏ? എന്താ എന്താ രാമ ഇത്ര ചിരിക്കാൻ? അയ്യോ, ഞാൻ പോട്ടെ ചെറിയമ്മേ, തമാശല്ലേ, സാരമില്ല. തമാശ തമാശ കുറെ കൂടുന്നുണ്ട്. അതെങ്ങനെയാ? ലാളിക്കലല്ലേ എല്ലാരും കൂടെ. ഞാനേ എന്റെ അച്ഛന്റെ അമ്മയുടെ ഒറ്റ മോളാ. എന്നല്ലാണ്ട് ആരെയും ലാളിക്കാ? മുത്തശ്ശിനെയാ. ആ മതി മതി മോളെ, ഈ മെക്കെട്ട് കയറ്റവും കുസൃതിയും കുറുമ്പും ഒക്കെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് മതി. ഇവിടെ വേണ്ട. ചെറിയമ്മ ഒഴിവാക്കിയേക്ക്. മുത്തശ്ശിക്ക് എന്താ കൊമ്പുണ്ടോ? ചെറിയമ്മയ്ക്കോ? നിനക്കറിയാഞ്ഞിട്ടാ. അമ്മ മരിക്കുമ്പോ 5 വയസ്സുണ്ടായിരുന്ന ഒരു പാവം തമ്പുരാൻകുട്ടി ഇന്നിപ്പോ 4 ആൾ അറിയുന്ന യോഗ്യനായ രാഞ്ചി ആയതേ ഈ ചെറിയമ്മയുടെ ചൂടും ചൂരും പറ്റിയാ. മനസ്സിലായോ? താൻ കേൾക്കണുണ്ടോ? കേൾക്കാൻ ഇവിടെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഏ? ആ എന്നാ പറയാം. സത്യത്തിൽ സംഗീതവുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത വിവരദോഷികളോട് വായിട്ടലച്ച് മടുത്തു. പിന്നെ ഒരുതരം വല്ലാത്ത തിരക്കിനിടയ്ക്ക് എനിക്ക് പ്രിയപ്പെട്ടത് പലതും നഷ്ടപ്പെടുന്നത് പോലെ. വീട്, നമ്മുടെ മോള്, താന്. ഈ നേരം കൊല്ലിപ്പാട്ടുകളുടെ പാത വിട്ട് ശുദ്ധ സംഗീതത്തിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങണം നീയുള്ള കാലം. എന്താ തന്റെ അഭിപ്രായം? എല്ലാം സ്വന്തം ആഗ്രഹം പോലെ. ഞാൻ കൂടെ നിന്നോളാം. രാജകുമാര തുറക്കൂ വാതായനങ്ങൾ. മദ്യവെച്ചിട്ട് വന്നിരിക്കുന്നു വഷളൻ. എടോ തമ്പുരാൻ. അത് എന്റെ മുമ്പിൽ തന്നെ അഹങ്കാരി. ഒന്നും പറയണ്ട. എടോ റാംജി, ഈ ഗേറ്റ് ഒന്ന് തുറക്കൂ. ഹേ, പാവം കവി ഒന്ന് അകത്ത് പ്രവേശിക്കട്ടെ. വേണ്ട. ആ തുറക്കൂന്ന്. താൻ മദ്യവെച്ചിട്ടുണ്ടോ? ഏ കുടിച്ചിട്ടുണ്ടോന്ന്? ഉവ്വല്ലോ. ഒരൽപ്പം മദ്യം ബുദ്ധിയെ തെളിയിക്കും എന്നെഴുതിയ മഹാത്മാവിനോട് നീതി പുലർത്താൻ വേണ്ടി മാത്രം ലേശം. ആ, മദ്യപാനികൾക്ക് രാത്രി വന്ന് നിരങ്ങാനുള്ളതല്ല രാഞ്ചിയുടെ മുറ്റം. ഓഹോ, ആ, ഞാനപ്പോ വെറും മദ്യപാനി, ഉം. വഷളൻ, ആ, ഫ്രണ്ടി. ആ, അത് തന്നെ. ചുമ്മാ. ഏതോ ക്ഷത്രിയ. തനിക്ക് ഇന്ന് ചെങ്കോലും കിരീടവുമില്ല. അതുണ്ടായിരുന്ന തന്റെ മുറുമുത്തച്ഛന്മാരില്ലേ, അവര് വരെ കവിവര്യന്മാർക്ക് പരവതാനി വിരിച്ച് വഴിയൊരുക്കിയിട്ടേ ഉള്ളൂ. കിരീടമില്ലെങ്കിലും എന്റെ വീട്ടിൽ ഞാൻ തന്നെ രാജാവ്. ഇവിടെ മദ്യപാനികൾക്ക് പ്രവേശനമില്ല, അത് ഉറപ്പാ. താൻ രാജാവാണെങ്കിൽ ഞാൻ ചക്രവർത്തിയാ. ഞാൻ മദ്യപിക്കും, കൂത്താടും. പക്ഷെ എന്റെ നാവീന്ന് പൊഴിയണത് സരസ്വതി പ്രസാദമാ. കേട്ടോ? മൗന സരോവരമാകെയുണർന്നു
സ്നേഹമനോരഥ വേഗമുയർന്നു കനകാങ്കുലിയാൽ തമ്പുരുമീട്ടും സുരസുന്ദരിയാം യാമിനി പോലും പാടുകയായി മധുഗാനം. എങ്ങനെ എങ്ങനെ ഏ, ഒന്നുകൂടെ പാട. മനസ്സില്ല. പാടും. എങ്ങനെ മൗന സരോവരം ആകെ ഉണർന്നു ആ. സ്നേഹമനോരഥ വേഗമുയർന്നു. എഴുതി വെച്ചിട്ടുണ്ടോ? ആ, ഉണ്ട് ഉണ്ട്, ഇതിനകത്തുണ്ട്, എഴുതി വെച്ചിട്ട്. ഇന്നിത് ചിട്ടപ്പെടുത്താതെ എനിക്ക് ഉറക്കം വരില്ല. താ ഒരു കാര്യം ചെയ്യും, ആ ഹാർമോണിയം എടുത്തു, പിന്നെ കുറച്ച് ചുക്കാപ്പി ഉണ്ടാക്കി. മൗന സരോവര അതൊക്കെ പാതിരാത്രിയാ, ചൂണൊക്കെ ഞാൻ ഉണ്ടായിക്കോളാം. ഉണ്ടായിക്കോ ഉണ്ടായിക്കോ ആ. ഉണ്ടായിക്കോ. അങ്ങോട്ട് ഏൽപ്പിച്ചില്ല, ഞാൻ ഇങ്ങനെ എഴുതി എഴുതി. മിണ്ടായിരിക്കേ. തുടങ്ങി സദസ്. ചെവി കലികൾക്കൽ ഉണ്ടാവില്ല ഇനി. ചെറിയമ്മ കിടന്നോളൂ, ഇതിനി പുലർച്ചെയാവും. രണ്ടു മൂന്ന് ദിവസം മദ്രാസിൽ തങ്ങാനുള്ളതാ. പല തരക്കാരുണ്ടാവും ആളുകൾ. എല്ലാവരും നമുക്ക് ബോധിച്ച മാതിരി തന്നെ പെരുമാറണമെന്ന് ശടിക്കരുത്. ഇല്ല, മറ്റുള്ളവർക്ക് ബോധിക്കുന്ന മാതിരി ഞാൻ പെരുമാറണമെന്ന് അവരും ക്ഷണിക്കരുത്. അപ്പൊ പിന്നെ അലോഹ്യം ഉണ്ടാവില്ലല്ലോ. സുധാമയീ ദേവി. എനിക്കാരുടെയും സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണ്ട. മനസ്സിൽ തോന്നണതേ പറയാനും പ്രവർത്തിക്കാനും പറ്റൂ. ഒരാളെ സൂചിപ്പിക്കാൻ വേണ്ടി മറിച്ചൊന്ന് ശീലിച്ചിട്ടില്ല. അറിയാലോ അതെനിക്ക്. അറിയാം. ആ. എവിടെയാ പോണ്ടത്? പൂമുല്ല കോവിലകത്ത് രാമവർമ്മ തമ്പുരാന്റെ അവിടേക്ക്. രാമവർമ്മ തമ്പുരാനോ? ഉട്ടപ്പാ, ഇതെവിടെയാണ് ഈ പൂമുല്ല കോവിലകം? പൂമുല്ല കോവിലകോ? നമ്മുടെ മ്യൂസിക് ഡയറക്ടറില്ലേ രാംജി സാർ, അദ്ദേഹത്തിന്റെ വീടാ. രാംജി സാറിന്റെ ആരാ കുട്ടി? എനിക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ സുധ തമ്പുരാട്ടി ഒന്ന് കാണാനാ. വീട് മനസ്സിലായില്ലേ? ഓവർ ബ്രിഡ്ജിന്റെ അവിടെ നിന്ന് നേരെ പോയാൽ ആദ്യം കാണുന്ന റൈറ്റ്. കുട്ടി കയറിക്കോളൂ. മിനിമം ചാർജ് കൊടുത്താൽ മതി. ആരാ? രാംജി സാറിന്റെ ഭാര്യ സുധ തമ്പുരാട്ടി. അതെ, ഞാനാ. എന്താ? എവിടുന്നാ? ഞാൻ പറഞ്ഞോളൂ. ഞാൻ ഭരണങ്ങാനത്ത് നിന്നാ. ടെസി സിസ്റ്റർ തന്നയച്ചതാ. ടെസിയോ?
പ്രിയമുള്ള സുധേ, ഏറെ നാളുകൾക്ക് ശേഷമുള്ള ഈ കത്ത് നിനക്കൊരു സർപ്രൈസ് ആയിരിക്കും. അതിലും വലിയൊരു സർപ്രൈസാണ് ഈ കത്തുമായി നിന്നെ തേടി വരുന്നത്. പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് നീ എന്നെ ഏൽപ്പിച്ചിട്ട് പോയ 5 ദിവസം പ്രായമുള്ള നിന്റെ കുഞ്ഞ്. എനിക്കും നിനക്കും മാത്രം അറിയാവുന്ന ഈ സത്യം ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് ഇവളോടുകൂടി പങ്കിടേണ്ടി വന്നു. അനാഥാലയത്തിന്റെ വാതിൽക്കൽ ഉപേക്ഷിച്ചു പോയ ആരുടെയോ കുഞ്ഞാണിവളെന്ന് നുണ പറയാമായിരുന്നു. പറഞ്ഞില്ല, മനസ്സനുവദിച്ചില്ല. പെറ്റമ്മയില്ലാത്ത കുറവറിയാതെ എന്റെ ചൂട് പറ്റിയാണ് കഴിഞ്ഞ 18 വർഷങ്ങൾ ഇവൾ വളർന്നത്. അറിയാതെ ഞാൻ ഇവളെ സ്നേഹിച്ചു പോയി സുധേ. നിന്നെക്കുറിച്ച് ഞാൻ ഇവളോടെല്ലാം പറഞ്ഞു. +2 പരീക്ഷ എഴുതിയിരിക്കുകയാണ് റീന. ഇക്കുറി ജർമ്മനിയിലേക്ക് നഴ്സിംഗ് പഠനത്തിന് അയക്കുന്ന സംഘത്തിലേക്ക് ഇവളെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. പോയാൽ വർഷങ്ങൾ കഴിഞ്ഞേ മടങ്ങൂ. പോകും മുൻപേ നിന്നെ ഒരു നോക്ക് കാണണം. ഒരന്തിയും ഒരു പകലും നിന്റെ നിഴൽവട്ടത്തിൽ അവൾക്ക് കഴിയണം. ഒന്നും അവകാശപ്പെടാതെ, ആർക്കും സംശയം തോന്നിക്കാതെ, മറ്റൊരാൾ കേൾക്കെ ഒരക്ഷരം ഉരിയാടാതെ അവൾ തിരികെ പോരും. മനസ്സുകൊണ്ടെങ്കിലും നിന്റെ മുഖത്ത് നോക്കി അമ്മയെന്ന് വിളിക്കാൻ ഇതിനവൾക്ക് അവകാശമില്ലെന്ന് പറയാൻ എനിക്കായില്ല സുധേ. 1-2 ദിവസം എന്തെങ്കിലും ഒഴിവ് കഴിവ് കണ്ടെത്തി റീനയെ അവിടെ താമസിപ്പിക്കണം. മനസ്സന്തോഷത്തോടെ അവൾ തിരിച്ചു പോന്നുകൊള്ളും. ഈ സത്യം നീയും ഞാനും ഇപ്പോൾ അവളും ഒഴികെ മറ്റാരും അറിഞ്ഞിട്ടില്ലെന്ന്, അറിയരുതെന്ന് അവൾക്കറിയാം. നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും. നിന്റെ ടെസ്സി. മോളുടെ പേര് റീന. അമ്മ മറന്നു. എന്നോളം വളർന്ന നിന്റെ പേര് ചോദിച്ചോർമ്മിക്കേണ്ടി വന്നല്ലോ ഈ അമ്മയ്ക്ക്. മോളെ, മോക്ക് ക്ഷീണം ഉണ്ടാവും. യാത്ര കഴിഞ്ഞ് വന്നല്ലേ. മോള് കുളിച്ചോളൂ. ഇത് എടുത്തോളൂ. അയ്യോ, സാരമില്ല, ഇത് കൊടുക്കണം. ഈ മുറി മോൾക്ക് ഉപയോഗിക്കാം. ഇനി മോള് കുളിച്ചോളൂ. അതാ ബാത്റൂം. സോപ്പും ടവലൊക്കെ അവിടെ ഉണ്ടാവും.
പപ്പടം ഉണ്ണാറാകുമ്പോഴേക്കും മതി കാച്ചുന്നത്. തണുത്താൽ ഒരു വസ്തുവിന് കൊള്ളുകയില്ല. ശരി ചെറിയമ്മേ, ഉച്ചയ്ക്ക് ഉണ്ണാൻ ഒരാളൂടെ ഉണ്ടാവും. ഉച്ചയ്ക്ക് മാത്രമല്ല, കുറച്ച് ദിവസം. ആരാ? എന്റെ ഒരു കൂട്ടുകാരിയുടെ മകളാ. ആഹാ, എന്താ മോളുടെ പേര്? റീന. റീന. ഇപ്പോഴത്തെ ഓരോ പരിഷ്കാര പേരുകളെ. ഇവിടെ ഒരെണ്ണത്തിന്റെ പേര് കേട്ടില്ലേ? നീലിമ. പണ്ട് ചെറിമകൾ കിട്ടണ പേരാ ഇപ്പൊ തമ്പുരാട്ടി കുട്ടികൾക്ക്. റീന അതിലും ഭേദമാ. അദ്ദേഹത്തിന്റെ ചെറിയമ്മ. കുട്ടി എങ്ങനെയാ? ഇറച്ചി മീനൊക്കെ കഴിക്കുവോ? എന്തായാലും ഈ കുട്ടി നോൺ വെജിറ്റേറിയനാ. എന്തെങ്കിലും കരുതിക്കൊള്ളൂട്ടോ കല്യാണി. ആ രണ്ടു ദിവസം കഴിഞ്ഞേ ഉള്ളൂ എന്ന് പറഞ്ഞ ആള് എന്തേ? ഒന്നുമില്ല. എയർപോർട്ട് വെച്ച് ആ പ്രൊഡ്യൂസർ ഒരു കുരുത്തം കെട്ട വർത്താനം പറഞ്ഞു. അയാളുടെ പണമുണ്ട്, എന്റെ സംഗീതമുണ്ട്. അത് വിലയ്ക്ക് മേടിക്കാനും മാത്രം അയാളുടെ പണം ആയിട്ടില്ല. പോയി പണി നോക്കാൻ പറഞ്ഞു ഞാൻ. എന്നാലും ഇവിടെ വെച്ച് തന്നെ ഇതിങ്ങനെ അവസാനിച്ചത് നന്നായി. അങ്ങ് മദ്രാസിൽ പോയിട്ട് കശപിശ അത് ഒഴിവായല്ലോ. ഏതായി കുട്ടി? ഞാൻ പറയാറില്ലേ, കൽക്കത്തയിലുള്ള എന്റെ കൂട്ടുകാരി അപർണ. അപർണയുടെ ചേച്ചിയുടെ കുട്ടിയാ. അവരിപ്പോ സ്റ്റേറ്റ്സിലാ. കൽക്കട്ടയിലാ കുട്ടി പഠിക്കുന്നത്. വെക്കേഷന് കുറച്ചു ദിവസം ഇങ്ങോട്ട് പോരാൻ ഞാൻ എഴുതിയതാ. നന്നായി, തനിക്കൊരു കൂട്ടുപോയി. അബ്കാരിയും കൂപ്പും നടത്തി കുറെ പണം മടി തൂങ്ങി അവിടെ പുറപ്പെട്ട് വന്നോളും. പ്രൊഡ്യൂസറുടെ കച്ചയും കിട്ടി. സംഗീത സംവിധാനം നടത്തി സമ്പാദിച്ചിട്ട് വേണ്ട ഈ കുടുംബം പുലരാൻ. എന്നിട്ട് വേണ്ട ഇവന്റെ ഒക്കെ തഞ്ചത്തിൽ തുള്ളാൻ. ഞാൻ ഉപാസിക്കുന്നത് സംഗീതത്തിനെയാണ്. അതിനിപ്പോ സിനിമ തന്നെ വേണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. എന്താടോ? ഒന്നുമില്ല. ഇങ്ങനെ പറഞ്ഞ് ശുണ്ഠിയുടെ സ്റ്റോക്ക് സ്വയം തീർന്നോട്ടെ എന്ന് കരുതുകയായിരുന്നു അല്ലേ? പറയാണ്ട മനസ്സിലിട്ട് വീർപ്പ് പൊട്ടിച്ചാലേ രക്തസമ്മർദ്ദം കൂടും. തന്റെ അതിഥി ഉണ്ടല്ലോ, എന്താ കുട്ടിയുടെ പേര്? റീന. ആ കുട്ടിയെടുത്ത് പറഞ്ഞേക്കൂ, ഈ ശുണ്ഠിയും ബഹളവും കൊണ്ട് ഭയപ്പെടണ്ടാന്ന്. തന്റെ തമ്പുരാനൊരു പാവാണെന്ന്. ഇതൊക്കെ മുൻകൂറായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ഹായ് എവരിബഡി. ഇതാരാ പുതിയ കക്ഷി? ഇത് അമ്മയുടെ ക്ലാസ്മേറ്റിന്റെ നീസാണ്, മിസ് റീന. ഹലോ. ഹലോ. വെക്കേഷന് നാട്ടിൽ വന്നതാ. ഇത് നമ്മുടെ പുത്രൻ, പുത്രി. കുറച്ചു ദിവസം ഉണ്ടായില്ലേ ഇവിടെ? ഹാവൂ ഭാഗ്യം. ഇവിടുത്തെ ബോർഡിൽ നിന്ന് എനിക്ക് റിലീഫ് ആവും. രക്ഷപ്പെട്ടു. സോറി, എനിക്ക് ഉടനെ പോണം. പ്രാക്ടീസ് ഉണ്ട്. ഊണ് കഴിച്ചിട്ട് പോ. നല്ല കഥ. വിസ്തരിച്ച് ഊണ് കഴിച്ച് പിന്നെ കോട്ടിലേക്ക് ഇറങ്ങി എന്തിനു കൊള്ളാം? ഹാഫ് ഫുൾ, അതാ സുഖം. ഞാൻ എന്റെ സാൻഡ്വിച്ച് കിട്ടി. ഇനഫ്, ഹാപ്പി. ഫിഷ്. ഓ അത് ശരി. മീൻ വേണ്ട വേണ്ട, ഞാൻ കഴിക്കില്ല. ശ്രീമതി പ്യുവർ വെജിറ്റേറിയൻ ആണ്. ഞാൻ പക്ഷെ അങ്ങനെയല്ല. എന്നാലും ഇയാൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞങ്ങളിവിടെ സാധാരണ നോൺ വെജ് ഉണ്ടാക്കാറില്ല. ഇന്നിപ്പോ കുട്ടി ഗസ്റ്റ് ആയതുകൊണ്ട് ഈ ക്ഷത്രിയനും കൂടി മത്സ്യമാംസം തരായി. അല്ല, തിരിച്ചു പോവാൻ ധൃതിപ്പെടണ്ട. അത്രയും ദിവസം കൂടെ എനിക്കും ഇതൊന്ന് തുടരാലോ. വൈകിട്ട് ഞാൻ നേരത്തെ വരാം. എന്നിട്ട് നമുക്ക് കമ്പനി വിടാം. റീന ഓക്കെ? അതുവരെ ഈ വൃദ്ധ ദമ്പതികളുടെ ബോറടി സഹിച്ചേ പറ്റൂ. മമ്മി, ഇങ്ങനെ ഒരു പെണ്ണ്. ഞാൻ നിർത്തി. നിങ്ങൾ സമാധാനമായിട്ട് കഴിക്കേ. എനിക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് ചെരിയണം. ഇനി കുട്ടിക്കളി മാറിയില്ല ചെക്കന്. നീ വാങ്ങിക്കോ എന്റെ ധൈര്യം ഉണ്ടോ നോക്കിയതല്ലേ? അമ്മ ചെയ്യണത് പോലെ ചെയ്താ മതി.
ശീലമില്ലാത്ത ആചാരമെന്ന് കരുതി മോള് വിഷമിക്കണ്ട. എല്ലാ ദൈവങ്ങളും ഒന്നാണെന്ന് ടെസ സിസ്റ്റർ പറയാറുണ്ട്. ഒരർച്ചന, മകൻ നക്ഷത്രം, പേര് മീര. ഒരു കുഞ്ഞുണ്ടാവുമ്പോ അതൊരു പെൺകുട്ടിയാവുമെന്ന് ഉറപ്പായിരുന്നു സേതുവേട്ടന്. മുന്നേ കണ്ടുവച്ചിരുന്ന പേരായിരുന്നു മീര. ജനിച്ചതൊരു ബുധനാഴ്ചയാണ്, മകൻ നക്ഷത്രത്തിൽ. വിവാഹത്തെക്കുറിച്ച്, ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെക്കുറിച്ച്, പിന്നുള്ള നാളുകളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു പാവം സേതുവേട്ടൻ. അമ്മയുടെ ചാർച്ചയിൽപ്പെട്ട ഒരാങ്ങളുടെ ഒരേ മകൻ. കൊച്ചുനാൾ തൊട്ടേ മുത്തശ്ശി പറഞ്ഞുറപ്പിച്ച ബന്ധം. സുധ സേതുവിനുള്ള പെണ്ണ്. സേതുവേട്ടന് കസ്റ്റംസിൽ ജോലിയായി. എന്റെ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞാലുടൻ കല്യാണം. 2 മാസം കഴിഞ്ഞൊരു നാളിൽ മുഹൂർത്തം കുറിച്ചു. തറവാട്ടുവക ക്ഷേത്രത്തിൽ ഉത്സവത്തിന് അരങ്ങേറ്റം കഴിഞ്ഞാൽ പിന്നെ എല്ലാ കൊല്ലവും എന്റെ നൃത്തം പതിവായിരുന്നു. പാടാൻ പിന്നണിയിൽ സേതുവേട്ടനും. തൂവാനം ഒരു പാലാഴി, പൂന്തിങ്കൾ നറുപൂന്തോണി, പൂന്തോണിയിലിക്കരെ വന്നാലമ്പാടി കടവുണ്ട്, മായാലോകമുണ്ട്. കോമളഗീതങ്ങൾ നിന്മാങ്കല്യത്തേൻമൊഴിയായി ശൃംഗാരം പകരുന്നു സ്വരമഞ്ജീരങ്ങൾ. കോമളഗീതങ്ങൾ നിന്മാങ്കല്യത്തേൻമൊഴിയായി ശൃംഗാരം പകരുന്നു സ്വരമഞ്ജീരങ്ങൾ. തൂവാനം ഒരു പാലാഴി, പൊന്നണിക്കോടിയും താമ്പൂലത്തളികയുമായി എന്തിനം താരയണഞ്ഞു. കൈവളയിളകാതെ എൻ മാറിലൊരുങ്ങുമ്പോൾ ഉള്ളിലേതു കാവ്യമെഴുതി നീ. പൂന്തിങ്കൾ നറുപൂന്തോണി.
വരട്ടെ. ആ നിക്ക് ആര്യപുത്രി അകത്തേക്ക് പ്രവേശിക്കാൻ വരട്ടെ. എന്താണാവോ തോഴിയുടെ പ്രശ്നം? ക്ഷേത്രത്തിലെ ഉത്സവം മിനിഞ്ഞാന്ന് കഴിഞ്ഞു. കൊട്ടാരത്തിൽ നിന്നും ഹോസ്റ്റലിലേക്കെന്ന് പറഞ്ഞ് ഇന്നലെ പുറപ്പെട്ടതാണ് ചങ്ങാതി. ഇവിടെ എത്തുന്നത് ഇന്നും. ഇടയ്ക്ക് ഒരു ദിവസം മോഷണം പോയിരിക്കുന്നു. കാര്യകാരണ സഹിതം ന്യായം ബോധിപ്പിച്ചേ പറ്റൂ. അതോർത്ത് തോഴി വിഷമിക്കണ്ട. ആര്യപുത്രി മറ്റെങ്ങും ആയിരുന്നില്ല, അവകാശപ്പെട്ട പുരുഷന്റെ കൂടെ തന്നെയായിരുന്നു. വിവാഹത്തിന് മുൻപേ മുൻകൂറായി ഒരു ദിവസം ഞാനിങ്ങനെ പതിച്ചെടുത്തു. എന്താ പരാതി ഉണ്ടോ? അത് അങ്ങനെയാണെങ്കിൽ പിന്നെ പരാതിപ്പെടുന്നത് എന്തിനാ? സുധയുടെ കയ്യിൽ മുദ്രക്കടലാസ് ഉണ്ടോ? മുദ്രക്കടലാസോ? അതെ, സ്റ്റാമ്പ് പേപ്പർ. അതെന്തിനാ? പേരും വിലാസവും എഴുതി ഒപ്പിട്ട് കൊടുത്തേക്കാം. ഈ ഒരു ദിവസത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഈ ഉള്ളവൻ ഏറ്റുന്ന്. എന്താ മതിയോ? മതിയേ. See you. സേതുട്ടാ, 17-ാം തീയതി സന്ധ്യയ്ക്ക് മുമ്പ് അങ്ങ് വീട്ടിലെത്തണം. അത്രയല്ലേ ഉള്ളൂ. ഞാൻ വന്ന് പിക്ക് ചെയ്യാം. ഓക്കെ. സേതുമാധവൻ നായർ, കസ്റ്റംസിൽ ജോലി. ഞാൻ കരുതിയത് ആളൊരു പരമ ബോറൻ അച്ചടി ഭാഷാ നായരാവുമെന്ന. അടുത്ത് പരിചയപ്പെട്ടപ്പോഴല്ലേ മനസ്സിലായത് ആളൊരു അയ്യോടി, കേൾക്കാൻ എന്തൊരു കൊതിയാ നോക്ക്. എന്നാ കാത് നിറച്ചു കേട്ടോ, ആളൊരു പരമരസികൻ സുന്ദരനാണെന്ന്. എന്താ പോരെ? അസൂയ തോന്നുന്നുണ്ടോ? കലശലായിട്ട് പോവ്. ഇങ്ങനൊരാളെ നിനക്ക് ഒത്തു കിട്ടിയത് നിന്റെ മുജ്ജന്മ സുഹൃതോ. മുജ്ജന്മ സുഹൃതമെന്ന് കരുതി അഹങ്കരിച്ച മനസ്സ് പിന്നെ തിരുത്തി. എന്റെ ഈശ്വര, ഞാൻ എന്താണ് ഈ കേൾക്കണം? തകർന്നു നിൽക്കാനുള്ള സമയമല്ല ഇത്. നാലാളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? താഴെയുമില്ലേ ഈ രണ്ട് പെൺകുട്ടികളും? ഈശ്വര. പുറമേ ആരും അറിയുന്നതിന് മുൻപ് സുധയെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. എത്രയും വേഗം ഒരു ഡോക്ടറെ കാണിക്കണം. ഈ അവസ്ഥയിൽ നീ ഒരു അമ്മയായാൽ അച്ഛൻ, അനുജത്തിമാർ, കുടുംബം, ഇതിനെല്ലാം പുറമെ നിന്റെ ഭാവി. കല്യാണം കഴിയാതെ വിധവയായി അമ്മയായി ജീവിക്കേണ്ടി വരുന്ന ഗതികേട്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ഞാൻ പറയാണ് സുധേ. അച്ഛന്റെ മനസ്സിലെ തീ നീ കാണണം. ഈ കുഞ്ഞിനെ നീ പ്രസവിച്ചൂടാ. സുധയുടെ ഇപ്പോഴത്തെ ആരോഗ്യനില സേഫ് അല്ല. ഈ കണ്ടീഷനിൽ ഒരു അബോർഷൻ നടത്തുന്നത് റിസ്ക് ആണ്. ഷീ കനോട്ട് സ്റ്റാൻഡ് ഇറ്റ്. പക്ഷേ അറിയാഞ്ഞിട്ടല്ല, വിവാഹത്തിന് മുൻപേ ഗർഭിണിയായ മകളെക്കുറിച്ചുള്ള നിങ്ങളുടെ കൺസേൺ മനസ്സിലാകാഞ്ഞിട്ടുമല്ല. അബോർഷൻ ഇസ് ടോട്ടലി ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ. അത് ഒഴിവാക്കിക്കൊണ്ടൊരു പോംവഴി ആലോചിച്ചേ മതിയാവൂ. ഡോക്ടർ, ഒരു വലിയ ശരി ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ചെറിയ തെറ്റുകൾ കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരും. പ്രസവിച്ചു കഴിഞ്ഞ് കുഞ്ഞിനെ വളർത്താൻ മറ്റെന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കണം. കേൾക്കുമ്പോൾ ക്രൂരമായി തോന്നാം, ബട്ട് വി ഹാവ് നോ അതർ വേ. സുധ ചെറുപ്പമാണ്. അവളുടെ ഭാവിയെപ്പറ്റി ആയിരിക്കണം നമ്മുടെ പ്രൈമറി കൺസേൺ. പക്ഷെ ഡോക്ടർ, സുധ ഇതിന് സമ്മതിക്കണം. പറഞ്ഞു മനസ്സിലാക്കി കൺവിൻസ് ചെയ്ത് സമ്മതിപ്പിക്കണം. ഒന്നും അറിയാത്ത എന്റെ അനുജത്തിമാര് അച്ഛന്റെ കണ്ണീരിന് മുന്നിൽ, ടെസയുടെ വാക്കുകൾക്ക് മുന്നിൽ അനുസരിക്കല്ലാതെ അമ്മയ്ക്ക് വേറെ വഴിയില്ലായിരുന്നു. ഹൈറേഞ്ചിലെ ഒരു ബന്ധുവീട്ടിൽ സ്വയം ശപിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടിയ മാസങ്ങൾ. അതിനിടയിൽ ടെസിയെയും വിധി വെറുതെ വിട്ടില്ല. അവളൊടുവിൽ വന്നെത്തിയത് കന്യാസ്ത്രീ മഠത്തിൽ. വിവാഹം, ഒരു വീടിന്റെ മുറ്റം നിറയെ ഓടിക്കളിക്കേണ്ടെന്ന് പിറക്കാനിരിക്കുന്ന കുട്ടികൾ. നിനക്ക് ഓർമ്മയില്ലേ സുധേ, ഞാൻ കണ്ടിരുന്ന വിഡ്ഢി സ്വപ്നങ്ങൾ? ഞാനിപ്പോ അച്ചായന് പെൻഷനായി, പഠിത്തം തുടരാൻ വഴിയില്ല. കെട്ടുപ്രായം എത്തിയ മകളെക്കുറിച്ച് തീ തിന്നുന്ന പാവം അമ്മ. ഈ സന്യാസിനിയുടെ വേഷം തേടി വന്നതല്ല, ഞാൻ സ്വയം ശടിച്ച് നേടിയെടുത്തതാണ്.
ആശിക്കുന്നതൊന്ന്, വിധി മറ്റൊന്ന്. നിന്റെ മാത്രം കഥയല്ല സുധേ ഇത്. അതോർത്ത് ആശ്വസിക്കേ. എന്നാലും ടെസി, എന്റെ കുഞ്ഞ് ഒരമ്മയുടെ സ്നേഹം അറിഞ്ഞു തന്നെ വളരും. ആ കുഞ്ഞിന് പോറ്റമ്മയായി മാറാനാവും ദൈവം എനിക്ക് ഈ വഴി തിരഞ്ഞെടുത്ത് തന്നത്. പിന്നീട് അച്ഛൻ തന്നെ തേടിപ്പിടിച്ചു കൊണ്ടുവന്ന ഒരു വിവാഹം. ആരെന്നോ എന്തെന്നോ അന്വേഷിച്ചില്ല. ഒരു കളിപ്പാവയെ പോലെ നിന്നു കൊടുത്തു. സംഗീതത്തെയും ഭാര്യയെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഭർത്താവ്. കഴിഞ്ഞതെല്ലാം മറക്കാൻ ആത്മാർത്ഥമായി ഞാൻ ശ്രമിച്ചു. നിന്നെപ്പോലും. കാതരമാ മൃദുപല്ലവിയെങ്ങോ സാന്ത്വനഭാവം ചൊരിയുമ്പോ കാതരമാ മൃദുപല്ലവിയെങ്ങോ സാന്ത്വനഭാവം ചൊരിയുമ്പോ ദ്വാപരമധുര സ്മൃതികളിലാരോ മുരളികയൂതുമ്പോൾ അകതാരിൽ അമൃതലയമലിയുമ്പോൾ ആത്മാലാപം നുകരാനണയുമോ സുഹൃതയാം ജനനീ മൗനസരോവരമാകെയുണർന്നു സ്നേഹമനോരഥവേഗമുയർന്നു കനകാങ്കുലിയാൽ തമ്പുരുമീട്ടും സുരസുന്ദരിയാം യാമിനി പോലും പാടുകയായി മധുഗാനം. ഒരു ചായ ആയാലോ എന്ന് മനസ്സിലിപ്പോ തോന്നിയുള്ളൂ. അപ്പോഴേക്കും ചായ എത്തി. അതാണ് മനപ്പൊരുത്തം. വാസ്തവം ഒരു ചായ ആയാലോന്ന് എനിക്കും തോന്നി. ആഹാ, തോന്നിയോ? ഡോ, തനിക്ക് തോന്നുമ്പോ ചായ കൊണ്ട തരേണ്ടതേ തന്റെ പമ്പ്രനോത്തിയാ, അല്ലാതെ സുതത്തമ്പ്രാട്ടി അല്ല. പാവം, അത് ചായ ആയതുകൊണ്ടാ. ചായയുടെ ഇടയ്ക്ക് രാന്നുള്ളൊരു അക്ഷരം കൂടി കയറ്റി ചാരായെന്നാക്കിയിരുന്നെങ്കിൽ അപ്പൊ കാണാനും സന്തോഷം. അല്ലോ, ചൂടായി ചാരായെന്ന് കേട്ടിട്ടേ ഉള്ളൂ. അയ്യോ, ഈ കോടാലി കെട്ടിവെച്ചിട്ട് ഇനി ബാക്കി കാര്യം. ആഹാ, ഇവിടെ നിൽക്കായിരുന്നോ? ഞാൻ അപ്പുറത്ത് മുഴുവൻ നോക്കി. കം, നമുക്കിനി മുറിലേക്ക് പോവാം.
ഇതൊക്കെ എന്റെ കളക്ഷൻസാ. എങ്ങനെ? ആ. ദാ. എങ്ങനെയുണ്ട്? എറണാകുളത്ത് വൺ ഡേ എക്സിബിഷൻ മാച്ചിന് വന്നപ്പോ ഇടിച്ചു കയറി ഒപ്പിട്ട് വാങ്ങിയ ഓട്ടോഗ്രാഫാ. കപിൽ ഈസ് മൈ ഫേവറേറ്റ്. ഹി സോ സ്വീറ്റ്. ആ, ഫേവറേറ്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാ വേറൊരാളുടെ കാര്യം ഓർമ്മ വന്നേ. വെയിറ്റ്. എങ്ങനെ? ഒരു കള്ളലക്ഷണം ഉണ്ടെന്ന് ചോദിച്ചാ വലിയ തെറ്റില്ല. ഓ, എന്റെ ഉദ്ബിയ. ആ, think of the devil and there he is. റീനെ, ഇത് ശിവദാസ മേനോൻ. ഞാൻ പറഞ്ഞില്ലേ? ആ, ശിവേട്ട, ഇത് റീന, എന്റെ അമ്മയുടെ ഫ്രണ്ടിന്റെ നീസ. ഞങ്ങൾ തമ്മിൽ നേരത്തെ അറിയാം. How? ബസ് സ്റ്റാൻഡ് വെച്ച് വഴി അന്വേഷിക്കുന്നപ്പോ ഞാനല്ലേ ഓട്ടോ പിടിച്ച് പാക്ക് ചെയ്ത് ഇങ്ങോട്ട് അയച്ചത്. ഓ, അത്രയല്ലോ. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ അപ്പുറത്തുണ്ടാവും. അയ്യോ ചതിക്കല്ലേ, ഒറ്റക്ക് ഇയാളുടെ മുമ്പിൽ നിൽക്കാനോ? സത്യം പറഞ്ഞ എനിക്ക് ഇതുവരെ അതിനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. കയ്യേറ്റം, പിച്ചല്, നുള്ളല്, ദേഹോദരവും ആളുടെ കുശലപ്രസനത്തിന്റെ റൂട്ട് അതാണേ. ഇതാ ഞാൻ പറഞ്ഞത്. ഒരു പീസും കൂടി കഴിക്കൂ. വേണ്ട, ഒന്നുകൂടി ആവാം. മതി, കഴിക്കുന്നു. എന്താ ചെയ്യും? ഒപ്പം ഇരുന്നുള്ള ഒരു കാട്ടുകൂടിയും വിളമ്പി കൊടുക്കലും പൊടവട കഴിഞ്ഞ് 2 കുട്ടികളും കൂടി ആയി തോന്നും കണ്ടാൽ. ഇപ്പഴേ ശീലിച്ചു വെച്ചാ പിന്നെ സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലല്ലോ മുത്തശ്ശി. ബസ് സ്റ്റാൻഡ് വെച്ച് കണ്ടപ്പോ സത്യം പറഞ്ഞ മിസ് റീന കൽക്കട്ടയിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന് സ്വപ്നത്തിൽ കൂടി കരുതിയില്ല. ഒരു ഓർഡിനറി ഡ്രസ്, ചെറിയൊരു ബാഗ്, സോ സിമ്പിൾ. ഈ അൺഅസ്യൂമിങ് നേച്ചർ എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യാതെ വയ്യ. വേണ്ട വേണ്ട. ആദ്യം അപ്രീസിയേഷൻ, പിന്നെ കോംപ്ലിമെന്റ്സ്, 2ാം ഘട്ടം കൊച്ചു വർത്താനം. ശിവേട്ട, ബിവേ, ഇത് ഔട്ട് ഓഫ് ബൗൺസാ. അതിക്രമിച്ച് കടക്കണ്ട. ആരാ പാടിയത്? സുധേ, ആരാ ഇപ്പോഴെ പാടിയത്? കുട്ടിയാണോ? കുട്ടിയാണോ ഇപ്പൊ പാടിയത്? ഞാൻ അറിയാതെ വെറുതെ ഒന്ന് മൂളിയതാ. ഒന്നുകൂടി പാടാ. അയ്യോ, എനിക്കറിയില്ല. ഒന്ന് പാടുക. അറിയില്ലഞ്ഞിട്ടാണ് സത്യമായിട്ടും. അത് ഞാൻ വേണമെന്ന് കരുതി മൂളിയതല്ല. പാടാൻ ക്ഷമ പരീക്ഷിക്കാൻ നിൽക്കണ്ട, ഒന്ന് പാടുക. അറിയണ പോലെ മതി. ഞാൻ ആരാ പറഞ്ഞത് ഈ കുട്ടിക്ക് പാടാൻ അറിയില്ലെന്ന്? ഞാനാ പറയണത്. അറിയും, ഈ കുട്ടി പാടും. വരിക. ഈ ചരണം ഒന്ന് പാടി നോക്ക്.
ഞാനൊന്ന് പാടാം. കാതരമാം മൃദുപല്ലവിയെങ്ങോ സാന്ത്വനഭാവം ചൊരിയുമ്പോൾ ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഇങ്ങനെ ഒരു സ്വരം. ഈ കുട്ടിയെ എനിക്ക് വേണം. ആർക്കാണെന്ന് വെച്ചാൽ താൻ എഴുതിക്കൊള്ളു സുധേ. ഈ കുട്ടിയെ ഉടനെയെങ്കിലും ഞാൻ അയക്കില്ല. എത്ര കൊല്ലം പഠിച്ചു? ആരാ ഗുരു? ഞാൻ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. ഏയ്, അതെങ്ങനെ? അപ്പൊ പിന്നെ അച്ഛന് സംഗീതമുണ്ടോ? അതോ അമ്മയ്ക്കോ? രണ്ടാൾക്കും ഇല്ലെങ്കിൽ മുത്തശ്ശന്. ആ, പാരമ്പര്യമായിട്ട് ആർക്കെങ്കിലും ഇല്ലാണ്ട് ഇങ്ങനെ ഒരു സിദ്ധിയൊന്നും കിട്ടില്ല രാമ. നിന്റെ കഥ തന്നെ അതല്ലേ? സത്യം ചെറിയമ്മേ, ഈ കുട്ടിയെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഒരു വലിയ പാട്ടുകാരിയാക്കും. കണ്ടോളൂ താൻ. അച്ഛനൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാ എന്താ നിന്റെ വെയിറ്റ് എന്നറിയോ? ദേ, വലിയ സിംഗർ ആവുമ്പോ എന്നെ തഴയരുത്, പറഞ്ഞേക്കാം. ഇവിടെ വന്ന ശേഷമുള്ള ഫസ്റ്റ് ഫ്രണ്ട് ഞാനാ. ഒന്ന് കാണാൻ, ഒരു രാത്രി ഒരുമിച്ച് കഴിയാൻ, ഇത് മാത്രം ആശിച്ചു വന്ന് ഞാൻ എനിക്ക് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത അമ്മേ, അവിടുത്തെ കരുണ. എനിക്ക് കിട്ടിയ നിധിയാണോ ഈ കുട്ടി. ആ പാട്ടിന് ഞാൻ കൊടുക്കണമെന്ന് കരുതിയിരുന്ന ഭാവം മുഴുവൻ ഒരക്ഷരം പറഞ്ഞു കൊടുക്കാണ്ടേ ആ കുട്ടി പാടിക്കെട്ടപ്പോ ഒരുതരം, എന്താ പറയാ, അപൂർവമാണ് ഇത്തരം വരം. ദൈവമാണ് അവളെ എൻ്റെ അടുത്ത് കൊണ്ടെത്തിച്ചത്. നമ്മുടെ മോൾക്ക് എന്റെ വാസനയും സംഗീതവും ഒന്നും കിട്ടിയില്ലല്ലോ എന്നുള്ള സങ്കടം ഇന്ന് തീർന്നു. ഇല്ലടോ, താൻ ഉറങ്ങിയല്ലേ? എനിക്കിന്ന് ഉറക്കം വരില്ല. ഇന്നെന്നല്ല, ഈ പാട്ടൊന്ന് റെക്കോർഡിലാക്കുന്നത് വരെ എനിക്ക് ഉറക്കമില്ല. గరి సని సని దబ మబ గమ రే గరి
തമ്പുരാൻ കുട്ടിയുടെ പേരെങ്ങനെയാ കൊടുക്കണ്ടേന്ന് ചോദിക്കുന്നു. ഏത് കുട്ടി? ഈ കുട്ടിയുടെ. അല്ല, കാസറ്റ് അമ്മനിക്കാരും പത്രക്കാരും ഒക്കെ അപ്പുറത്തിരിപ്പുണ്ടേ. ഈ കുട്ടിയുടെ പേര് റീന എന്നല്ലേ പേര്? അതിന്റെ കൂടെ വേറെ വല്ലതും ചേർക്കാറുണ്ടോ? അച്ഛന്റെ പേരോ അങ്ങനെ വല്ലതും? റീന എന്നുള്ളത് വീട്ടിൽ വിളിക്കുന്ന പേരാണ്. അച്ഛനും അമ്മയും ഇട്ട പേരുണ്ട്. അതെന്താ? മീര. മീര ഒരു ഗായികയ്ക്ക് 100% ഇണങ്ങുന്ന പേര്. എന്താടോ? അപ്പൊ അത് മീരാന്ന് മാത്രം മതിയോ? വാലായിട്ട് മേനോന്നോ നായർന്നോ തമ്പുരാട്ടിന്നോ അന്തർജനോ അങ്ങനെ വല്ലതും? പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാ മതി. അതിന്റെ ഇടയിൽ തന്റെ വക വാലൊന്നും വേണ്ട. അപ്പൊ വെറും മീര. മീര 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 മീരാന്ന് കൺഫേം ചെയ്തു. മിസ് മീര. ഞാനിട്ട പേരാ. അത് പത്രത്തിൽ എഴുതണ്ട. പേര് മാത്രല്ല രാഗങ്ങളും. എന്തിന്? സ്വരസ്ഥാനങ്ങൾ വരെ എന്നോട് വെച്ചിട്ട് മൂപ്പര് ഫിക്സ് ചെയ്യാറുള്ളൂ. അതൊരു വിശ്വാസമാണേ. എല്ലായിടത്തും കയറി മൂപ്പർക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റൂല്ലോ. ഏത്? ഇനി നമുക്ക് ഒരു ടേക്ക് പോവാം. അച്ഛനമ്മമാരെ അല്ലെങ്കിൽ അതുപോലെ ബഹുമാനമുള്ള ആരെയെങ്കിലും മനസ്സിൽ ധ്യാനിക്കുക. അവരുടെ മുമ്പിലാണ് കുട്ടി ഇപ്പോൾ നിൽക്കുന്നതെന്ന് കരുതുക. അവർക്ക് കേൾക്കാൻ വേണ്ടി മാത്രമാണ് പാടുന്നത് സങ്കല്പിച്ചോളൂ. തിയേറ്ററും ഓർക്കസ്ട്രക്കാരും ഞാനും ഒന്നും ഇവിടില്ല. മനസ്സ് തുറന്നുകൊണ്ട് പാടുക. പഴക്കില്ല. താൻ ഇവിടെ ഇരിക്കുന്നോ അതോ അകത്തിരിക്കുന്നോ? ഇവിടെ ഇരുന്നോളൂ. ഒറ്റയ്ക്കാണെന്നൊരു സംഭ്രമം കുട്ടിക്കും വേണ്ട. പിന്നെ ചുമ, തുമ്മൽ, മുരടനക്കം ഒന്നും പാടില്ല. പാട്ടിൽ അതും കൂടെ ചേർന്നങ്ങ് വരും. കാസറ്റിലേ. GJ Cinearts, production number 2, song 1, take 1, running. Introducing Miss Meera. 1, 2, 3, 4. മായാ മൗന സരോവരമാകെയുണർന്നു
സന്തോഷിക്കുന്നതിനോടൊപ്പം ഉത്കണ്ഠപ്പെടുകയും ചെയ്യുന്നു. ഒരു നുണയുടെ മീതെ കല്ലിന്മേൽ കല്ല് ചേർത്ത് പണിയുന്ന കൊട്ടാരമാണ്. തകർന്നു വീണാൽ ഒപ്പം തകരുക ഒരുപാട് ബന്ധങ്ങളാണ്, വിശ്വാസങ്ങളാണ്. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി സിസ്റ്റർ പ്രാർത്ഥിക്കാം. ആരുടെയാ കത്ത്? അത് പിന്നെ കൽക്കത്തന്നാവൂല്ലേ? ആന്റിയുടെ? അതെ. ആ, ഉടനെ മടങ്ങി വരണമെന്ന് ഒറ്റ ഉണ്ടെങ്കിൽ അത് നടപ്പില്ല. അത്ര പെട്ടെന്നൊന്നും കുട്ടി ഞാൻ വിട്ടുകൊടുക്കില്ല. വേണമെങ്കിൽ പാട്ടുകളുടെ കുറച്ച് കാസറ്റ് അയച്ചു കൊടുക്കാം. ആന്റിയും അമ്മയും അച്ഛനും ഒക്കെ കേട്ട് സന്തോഷിക്കട്ടെ. തൽക്കാലം അത്രേ പറ്റൂ. എഴുതിക്കോളൂ. ആ ടെസി സിസ്റ്ററിന്റെ കത്തുണ്ടായിരുന്നു. ജർമ്മനിക്ക് പോകാനുള്ള പേപ്പേഴ്സ് എല്ലാം വന്നിട്ടുണ്ടെന്ന്. 3-4 ദിവസത്തേക്കെന്ന് പറഞ്ഞില്ലേ ഞാൻ പോകുന്നത്. മദറിനോടും അരമനക്കാരോടും നുണ പറഞ്ഞ് തളർന്നിട്ടുണ്ടാവും. പാവ സിസ്റ്റർ തിരിച്ചു പോവുകയായിരുന്നു മോള് വേണ്ടത്. പക്ഷെ ഇവിടെ പറഞ്ഞുപോയ ഒരു നുണയുടെ കുരുക്കഴിക്കാൻ വയ്യാതെ ജർമ്മനിക്കുള്ള യാത്ര കുറച്ച് നാളുകൂടി നീട്ടിവെക്കാൻ പറ്റുമോന്ന് ചോദിക്കാം. ഞാൻ എഴുതാം ടെസിക്ക്. നീ അടുത്തുള്ളപ്പോ മനസ്സിന്റെ ഒരു കോണിൽ സന്തോഷമാണ്, മറുഭാഗത്ത് അത്രയും തീയാണ് മോളെ. അറിയാതെ ഒരു വാക്കോ നോക്കോ എപ്പോഴാ സത്യം പുറത്താവാന്നുള്ള ആദി. ലോകത്ത് ഒരു ഭർത്താവും ഭാര്യ ഇങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ മുന്നിലിരിക്കുന്ന ഓരോ നിമിഷവും കുറ്റബോധം കൊണ്ട് അമ്മ ഉരുകയാണ് മോളെ. ഞാൻ അമ്മയെ കാണുമെന്ന് ശാഠ്യം പിടിക്കാൻ പാടില്ലായിരുന്നു. ഇല്ല മോളെ, നീ അത്രയല്ലേ ആഗ്രഹിച്ചുള്ളൂ. എല്ലാം എന്റെ വിധിയാണ്. ഏതോ ജന്മത്തിലെ തീരാശാപം. അമ്മേ, അമ്മ ഈ വീണയൊന്ന് വായിക്കൂ. മോളെ, ഞാൻ അറിയാം. കോളേജിൽ പഠിക്കുമ്പോ ഡാൻസ് മാത്രമല്ല, അമ്മയുടെ വീണയും യൂത്ത് ഫെസ്റ്റിവലിൽ ഒരു സ്റ്റാർ അട്രാക്ഷൻ ആയിരുന്നു എന്ന്. പക്ഷേ പിന്നീട് അമ്മ വീണ കൈകൊണ്ട് തൊടാതെയായി. അതും അറിയാം. എന്നാലും ഒരാശ, അമ്മ വീണ വായിക്കുന്നത് എനിക്കൊന്ന് കേൾക്കണം പ്ലീസ്. ഞാൻ എന്തായി കാണണേ?
ഏയ് നിർത്തണ്ട നിർത്തണ്ട. ഞാൻ വെറുതെ വെറുതെ അത് തന്നെയാണല്ലോ ഒന്ന് മൂളാൻ പറഞ്ഞപ്പോ ഈ കുട്ടി പറഞ്ഞത്. അത് പിന്നെ കുറച്ച് വാസം ഉണ്ടായിരുന്നു വെക്ക. ഇതോ പണ്ട് കുട്ടിക്കാലത്ത് കുറച്ചെന്തൊക്കെയോ. ഇക്കണ്ട കാലം മുഴുവൻ ഒരുമിച്ച് കഴിഞ്ഞിട്ടും ഒരിക്കൽ പോലും താൻ, അതും ഞാൻ ഇങ്ങനെ ഒരു സംഗീത ഭ്രാന്തനാണെന്ന് അറിയാമായിരുന്നിട്ടും ഈ കുട്ടി പറഞ്ഞപ്പോ ഞാൻ പരാതി പറഞ്ഞതല്ല. വായിക്ക. അയ്യോ എനിക്ക് പേടിയാ. പിന്നെ വായിക്കാണ്ടിരുന്ന് വായിച്ചപ്പോ വിരലൊക്കെ പൊട്ടാറായി. എന്നാലും ഈ 17 വർഷക്കാലം താനിത് ഒളിച്ചു വെച്ച് നടന്നല്ലോ. ഞാനൊരു വിഡ്ഢിയാൽ. അറിഞ്ഞത് എത്രയോ തുച്ഛം, അറിയാത്തത് എത്രയോ ഏറെ. റീനെ, ആ റീനേന്ന് വിളിക്കണോ അതോ മീരേന്ന് വിളിക്കണോ? രണ്ടും ആകാം. അതും അല്ലെങ്കിൽ ചേച്ചി നോക്കിക്കോളൂ. ചേച്ചിന്നോ? വേണ്ട വേണ്ട. ഒന്നാമത് എനിക്ക് ഇത്ര പ്രായമൊന്നുമില്ല. ഏറിയാൽ 1-2 വയസ്സ് മൂത്തത്. അതിന് ഇത്ര വലിയ ഫോർമാലിറ്റി ഒന്നും വേണ്ട. ഒരു ഐഡിയ, റീന മീരാന്ന് വിളിക്കാം. പറയാമെന്ന് പറഞ്ഞില്ല. എന്റെ ഫ്രണ്ട്സിനെല്ലാം ഒരു ആഗ്രഹം, സുപ്രസിദ്ധ ഗായിക മീരയെ ഒന്ന് നേരിൽ ജീവനോടെ കാണണം, പരിചയപ്പെടണമെന്ന്. അതിനെന്താ, ഈസി. ഞാൻ വിളിച്ചുകൊണ്ടിരാന്ന് വീമ്പ് പറഞ്ഞുപോയി. ചതിക്കരുത്. വരില്ലാന്ന് പറഞ്ഞ എന്റെ മാനം പോവും. അതിന് വരില്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ വരുന്ന പറഞ്ഞത്? റീന, സോറി റീന മീര. ഓഡിറ്റോറിയത്തിനകത്തല്ലേ പ്രോഗ്രാം? അതെ. സൗണ്ട് സിസ്റ്റം നേരത്തെ ടെസ്റ്റ് ചെയ്യണം. എക്കോ ഉണ്ടോ എന്ന് നോക്കണം. എന്തൊക്കെയാണോ അതൊക്കെ ചെയ്യാം. എന്നാ പിന്നെ ഞങ്ങളൊരു അഡ്വാൻസ് കൊടുക്കണമല്ലോ. കൊടുത്തോളൂ. അയ്യോ, ഞാൻ സാറ് വാങ്ങിച്ചാ മതി. ഗാനമേള നടത്തുന്നത് കുട്ടിയാണ്. അഡ്വാൻസും ബാക്കി തുകയും വാങ്ങേണ്ടത് വേറെ ആരുമല്ല. ആദ്യത്തെ സ്റ്റേജ് പെർഫോമൻസ് ആണ്. ഈശ്വര എന്ന് ധ്യാനിച്ചിട്ട് ഐശ്വര്യമായിട്ട് വാങ്ങുക. നന്നായി വരും. ഇതങ്ങ് വാങ്ങ. താനാണല്ലോ ഇപ്പൊ ഈ കുട്ടിയുടെ ലോക്കൽ ഗാർഡിയൻ. ഓരോ കപ്പ് ചായ എന്താ? ഇപ്പൊ എടുക്കാം. പ്രോഗ്രാമിന് രാംജി സാറും വരണം. മീരയുടെ ആദ്യത്തെ പ്രോഗ്രാം അല്ലേ? വരാം. സാറിന്റെ പേര് ഞങ്ങൾ നോട്ടീസിൽ വെച്ചോട്ടെ. അതെന്തിനാ? മീരയുടെ പ്രോഗ്രാം അല്ലേ ബുക്ക് ചെയ്തത്? അക്കൂട്ടത്തിൽ എന്റെ പേരെന്തിനാ? എന്നാലും അങ്ങനെയല്ലല്ലോ. എന്താ അങ്ങനെയല്ലാന്ന്? ഞാൻ വരുന്നത് മീരയ്ക്കൊരു മോറൽ സപ്പോർട്ടിന് വേണ്ടിയാ. ബിഹൈൻഡ് ദ കർട്ടൻ. അതിന്റെ ഇടയിൽ എന്റെ പേരോട് ചേർത്തൊരു കച്ചവടം, അത് വേണ്ട. ഒരു കപ്പ് കാപ്പി ഇടണമെങ്കിൽ എത്ര നേരം കാത്തിരിക്കണം? നീലിമേ, മുൻമേ സുഹൃത്ത് ഗസ്റ്റ് ഉള്ളത് അറിയില്ലേ നിനക്ക്? അവര് റീനയെ ഗാനമേളയ്ക്ക് ബുക്ക് ചെയ്യാൻ വന്നാ. ഒരു ഗാനമേള വെറുതെ അല്ല, ഉറുപ്പ്യ 10,000 ആ കുട്ടിക്ക് അവർ എണ്ണി കൊടുത്തത്. അതിനും വേണേ ഒരു ഭാഗ്യം. ഇന്നെന്താ ഒരിടത്ത് അടങ്ങിയിരുന്ന് പലഹാരം തിന്നാന്ന് വെച്ചത്? കളിയും കസർത്തും ഇന്നില്ലേ? ഹലോ, 361195. ശിവേട്ടാ, ഇത് ഞാനാ, നീലിമ. ഇന്ന് വൈകിട്ടൊന്ന് ഫ്രീ ആവോ? എനിക്ക് കുറച്ച് പർച്ചേസിന് പോവാനുണ്ട്. വിൽ യു കം വിത്ത് മീ? ശിവേട്ടന്റെ സെലക്ഷൻ 1-ാം തരാന്നാ എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ കോംപ്ലിമെന്റ്. പക്ഷെ നീലി ഇന്ന് വയ്യ. വൈ? ഞങ്ങളുടെ അസോസിയേഷന്റെ ആനുവൽ ഡേ ആണ് ഇന്ന്. റീനയാ, ഐ മീൻ മീരയാണ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ. ഞാൻ നിർബന്ധിച്ചുകൊണ്ടാണ് മീര സമ്മതിച്ചത് തന്നെ. അപ്പൊ പിന്നെ ഹോസ്റ്റായിട്ട് ഞാൻ ത്രൂ ഔട്ട് നിന്നില്ലെങ്കിൽ ഹലോ ഹലോ നീലിമേ, ഇന്നൊരു ഫംഗ്ഷന് പോവാൻ ഏറ്റുപോയി. നീലിമയുടെ ശിവേട്ടന്റെ നിർബന്ധ. ഒറ്റയ്ക്ക് പോകാൻ ഒരു മടി. എനിക്കിതൊന്നും ശീലമില്ല. ഒരു കമ്പനിക്ക് വേണ്ടി എന്റെ കൂടെ വരുമോ? അകമ്പടിക്ക് പോയി എനിക്ക് ശീലമില്ല. വെറുതെ കൂടെ വന്നാ മതി. മനസ്സിലായി. അതുകൊണ്ടാണ് ഇല്ലാന്ന് പറഞ്ഞത്. എനിക്ക് വേറെ പ്രോഗ്രാം ഉണ്ട്. ഞാൻ ഒറ്റയ്ക്ക് പോകാൻ തീരുമാനിച്ച ഒറ്റയ്ക്കല്ലേ? പോകുന്ന ഒറ്റയ്ക്ക് മതി.
ബുദ്ധൂസ് നമ്പർ 1. താൻ അത് തന്നെയാ. റീന പെട്ടെന്ന് ഫേമസ് ആയി, കാണാൻ ആൾക്കാർ വരുന്നു. വീട്ടിൽ വരുന്ന ഗസ്റ്റിനെ ട്രീറ്റ് ചെയ്യേണ്ടത് അച്ഛൻ്റെ അമ്മയുടെ കടമയല്ലേ? അവിടെ ചിലപ്പോൾ പ്രയോറിറ്റീസ് മാറിപ്പോവും. ഇറ്റ്സ് ഓൺലി നാച്ചുറൽ. അതിനിങ്ങനെ ഫ്ലെയർ അപ്പ് ചെയ്യാന്ന് വെച്ചാ എനിക്കറിയാം. എന്തറിയാം? ശിവന്റെ പ്രയോറിറ്റീസ് മാറിയിട്ടുണ്ടെന്ന്. ഒരു കിഴുക്കിയാൻ പറ്റുന്നാലുണ്ടല്ലോ, ഇങ്ങനെ ആളുകൾ സ്റ്റോപ്പ് ഇടാവോ? നോക്ക്, എനിക്ക് മ്യൂസിക് ഇഷ്ടമാണ്, തനിക്ക് സ്പോർട്സ് ഇഷ്ടമല്ലേ? അതുപോലെ തന്നെ ഇപ്പോ കപിൽ ദേവോ തെണ്ടുൽക്കറോ ഈ വഴി വന്നാ താൻ കൈയും കെട്ടി നോക്കി നിൽക്കുവോ? എക്സൈറ്റഡ് ആയി ചാടി പുറകെ പോവില്ലേ? അതിനർത്ഥം താൻ എന്നെ തഴിഞ്ഞു എന്നാണോ? സില്ലി സില്ലി, സ്റ്റുപ്പിഡ്. അത് തന്നെയാണ് ഞാൻ. ശിവേട്ടൻ പറഞ്ഞതാ ശരി. വേണ്ടാത്തത് ഓരോന്ന് ആലോചിച്ചുണ്ടാക്കിയാണ്. ബുദ്ധൂസ്. എനിക്ക് അവകാശപ്പെട്ടിടത്ത് അതിഥിയായി വന്ന ഒരാളെ വെറുതെ പേടിക്കേ? ഛേ, തനി കഴുത, ആന മണ്ടി. താനാ കൈ കൊണ്ട് തരിക. മുഖമൊന്നും ചൊളിക്കണ്ട, ഒരൽപ്പം കഴിച്ചിട്ടുണ്ട്. നിരോധനാജ്ഞ കണക്കാക്കാണ്ട് അകത്തേക്ക് കയറി വരികയും ചെയ്തു. അതിനെ ഇവിടെ ഒരു കാരണമുണ്ട്. താനാ കൈ ഇങ്ങോട്ട് ആടോ. പ്രസ് ക്ലബിൽ നിന്ന് അറിഞ്ഞത് സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചു. താനാണ് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ. തന്നെ സംബന്ധിച്ചതൊരു പുതിയ കാര്യമല്ല, അതിലും വലിയ സന്തോഷം. ഏറ്റവും മികച്ച ഗായിക നമ്മുടെ മീരയാണ്. അതേടോ, ആ കുട്ടിയുടെ ആദ്യത്തെ പാട്ട് നമ്മുടെ പാട്ട്. ആരാ അവിടെ? മീര? ഹലോ. ആ അതെ അതെ, വർമ്മയാണ്. അറിഞ്ഞു, നമ്മുടെ കവി ഇവിടെ ഉണ്ട്. ആ ഓക്കെ, താങ്ക് യു. ഓക്കെ, ചെലവ് ഇങ്ങോട്ടല്ലേ ചെയ്യേണ്ടത്? ആ കുട്ടി ഇവിടെ ഉണ്ട്. ആ അപ്പൊ ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. ഇടൂ, അതെ, മീരയ്ക്ക് സ്റ്റേറ്റ് അവാർഡ്. എനിക്കോ? കുട്ടിക്ക് മാത്രല്ല, ഗുരുവിനോട്. Many happy returns of the day. Thank you. Hearty congrats for your state award. Thank you. Welcome. റീനയ്ക്ക് മാത്രമല്ല, മാമനുണ്ട് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ. ആഹാ. തനിക്കിതെന്തോ മാനിയാണ്. അച്ഛൻ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച ഒരു സിംഗർക്ക് അവാർഡ് കിട്ടിയെന്ന് അറിയുമ്പോൾ ആരായാലും എക്സൈറ്റഡ് ആയി പോവും. എടോ, സത്യത്തിൽ തന്റെ ബർത്ത്ഡേക്ക് തരാൻ വേണ്ടിയാണ് ഞാൻ ബുക്ക് വാങ്ങിച്ചത്. അവാർഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ വേറൊന്നും ആലോചിക്കാതെ ഞാൻ എടുത്ത് റീനയ്ക്ക് കൊടുത്തു. ഇതൊക്കെ തന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്നും ഇതിനൊക്കെ കാരണം റീനയാണെന്നും കരുതിയാൽ ഭയങ്കര ബോറാണ് കേട്ടോ. ഒരു കാര്യം താൻ ആദ്യം വിശ്വസിക്കുക, അച്ഛനും അമ്മയ്ക്കും സന്താനം എന്ന് പറയാൻ താൻ ഒരാളേ ഉള്ളൂ. എന്റെ മനസ്സിലും താൻ മാത്രമേ ഉള്ളൂ. ആ ഒരു കൺസിഡറേഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നോടുണ്ട്. ഇതൊക്കെ നെറ്റിയിൽ എഴുതി ഒട്ടിച്ചോണ്ട് നടക്കണം എല്ലാവരും. മനുഷ്യനായ കുറച്ച് കോമൺ സെൻസ് ഒക്കെ വേണം. ഇനി ഇങ്ങനെ സില്ലിയായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യില്ലെന്ന് പ്രോമിസ് ചെയ്യേ.
സേ പ്രോമിസ്. പ്രോമിസ്. അവാർഡും പത്രത്തിലെ ഫോട്ടോകളും ടെസി സിസ്റ്റർക്ക് അവിടെ മഠത്തിൽ ഉത്തരം മുട്ടി കാണും. പാവം, അതാ ഇങ്ങനൊരു കത്ത്. എന്തെങ്കിലും ഒരു നുണ പറഞ്ഞ് ഞാനൊന്ന് പോയാലോ? അച്ഛൻ്റെയോ അമ്മയുടെയോ ടെലഗ്രാം വന്നെന്നോ അങ്ങനെ എന്തെങ്കിലും. പോയിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം, അത് കഴിഞ്ഞ് കൽക്കത്തയ്ക്ക് എഴുതാൻ പറയും അപർണയ്ക്ക്. ചിലപ്പോൾ എന്നെയും കൂട്ടി അങ്ങോട്ട് പുറപ്പെടും, നേരിട്ട് വിളിച്ചോണ്ട് വരാൻ. അറിയാലോ സ്വഭാവം. ഞാൻ എന്താ വേണ്ടത്? അത് അമ്മയ്ക്കും അറിയില്ല മോളെ. എല്ലാവരെയും സ്നേഹിക്കാനും വിശ്വസിക്കാനും മാത്രം അറിയാവുന്ന മനുഷ്യൻ എത്ര കാലം എല്ലാം മറച്ചു വെച്ചിങ്ങനെ കഴിയും? സത്യം എന്നായാലും പുറത്തു വരും. അന്ന് ആ മനസ്സ് പിടയുന്നത് കാണാൻ ഞാൻ ജീവനോടെ ഉണ്ടാവരുത് എന്നാണ് എന്റെ പ്രാർത്ഥന. അങ്ങനെയൊന്നും പറയരുതമ്മേ. നീലിമേ, മുന്നേ സുഹൃത്ത് ഗസ്റ്റുള്ള അറിയാൻ പാടില്ലേ നിനക്ക്? അവര് റീനയെ ഗാനമേളയ്ക്ക് ബുക്ക് ചെയ്യാൻ വന്നതാ. എയിമെടുക്ക് പഠിക്കുന്ന വിഷയത്തിൽ കൂടി കാണിച്ചിരുന്നെങ്കിൽ. മുട്ടോളം മുടി, തുമ്പത്തി തുളസിപ്പൂ, നെറ്റി ചന്ദനക്കുറി, ഒന്നരെ മുൻകൊടുത്തൊരു തമ്പുരാട്ടിക്കുട്ടി. അമ്മയുടെ മനസ്സിലെ പിക്ചർ എനിക്കറിയാം. പക്ഷെ സോറി, ആ വേഷം എനിക്ക് ചേരില്ല. ഇതാ കണ്ടു, പെൺകുട്ടികളായാൽ ഇങ്ങനെ വേണം അണിഞ്ഞെടുക്കും. എവിടേക്കാ അമ്മ പോയത്? അമ്മയോ? ഏതമ്മ? അമ്മ അമ്മ എവിടേക്കാ പോയത്? അമ്പലത്തില് എന്തോ സ്പെഷ്യൽ വഴിപാടുണ്ടത്രേ, അവാർഡ് കിട്ടിയത് പ്രമാണിച്ച്. ആർക്ക് അവാർഡ് കിട്ടിയതിന്? അച്ഛനോ അതോ? എനിക്കാവില്ല, ആണെങ്കിൽ എന്നെയും കെട്ടി എഴുന്നള്ളിക്ക് വരുന്നല്ലോ. ഇതിപ്പോ ആ കുട്ടിക്കാവും. ആ കുട്ടിക്ക് മാത്രം എന്താ ഇവിടെ ഇത്ര പ്രത്യേകത? ഏയ്, നീ എന്താ ഈ പറയണേ? പിന്നല്ലാണ്ട് എത്ര ട്രോഫി മെഡലും കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഒരു വഴിപാടും കഴിച്ച് കണ്ടിട്ടില്ല. പോട്ടെ, ഒരു കോംപ്ലിമെന്ററി വാക്ക് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടാവണമല്ലോ. അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞത്. 24 മണിക്കൂറും റീന റീന റീന. ഇങ്ങനെ ഒരു മോളി വീട്ടിലില്ല. റീനയെ കണ്ട് പഠിക്ക്, ഇങ്ങനെ വേണം ചെയ്യാൻ, നടക്കാൻ, മിണ്ടാൻ, അനങ്ങാൻ. അയ്യോ, അച്ഛന് തമാശ. കുറെ നാളെ ഞാൻ സഹിക്കുന്നു. എന്റെ അടുത്തൊരു നല്ല വാക്ക് പറഞ്ഞിട്ട് മോളേന്ന് വിളിച്ചൊന്ന് തലോടിയിട്ട് എത്ര നാളായിന്നറിയോ അമ്മ. അച്ഛനും കൂട്ടാ എല്ലാത്തിനും. മണ്ടി. അയ്യോ, നിന്റെ മനസ്സിൽ കിടന്ന് ഈ നൊരബന്ധുന്നുണ്ടല്ലോ, ഇതിന്റെ പേരാണ് അസൂയ. പെണ്ണുങ്ങൾക്ക് എളുപ്പം മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞ കുശുമ്പ്. നിന്റെ വീട്, നിന്റെ അമ്മ, നിന്റെ അച്ഛൻ, ഇതൊക്കെ ഇനി പ്രത്യേകം തഴുകി തലോടിയാലേ മോക്ക് മനസ്സിലാവൂ. നിന്റെ എന്തെങ്കിലും ഇഷ്ടത്തിന് ഒരെതിര്, ഒരു തടസ്സം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇവിടെ? എതിര് പറയാണ്ടിരുന്ന എല്ലാം ആയല്ലോ. ഈ അസുഖത്തിന് അച്ഛന്റെ കയ്യിൽ ഒരൊറ്റമൂലിയുണ്ട്.
സംഗീതം കൊണ്ട് ഭേദമാക്കാൻ കഴിയാത്ത ഒരസുഖവും ഈ പ്രപഞ്ചത്തിലില്ല. ദാ, കഥന കുതൂഹലം എന്നൊരു രാഗമുണ്ട്. അത് അച്ഛൻ മോളുടെ ചെവി പാടിത്തരാം. ഇവിടെ കിടക്കാം. വാ. എനിക്ക് മനസ്സിലായി, ആരുമില്ല എന്റെ ഇവിടെ വീട്ടില്. ആ, മോളെ നീലി. Hearty congrats for your state award. താങ്ക് യു. Welcome. പ്രിയമുള്ള സുധേ, ഏറെ നാളുകൾക്ക് ശേഷമുള്ള ഈ കത്ത് നിനക്കൊരു സർപ്രൈസ് ആയിരിക്കും. അതിലും വലിയ സർപ്രൈസാണ് ഈ കത്തുമായി നിന്നെ തേടി വരുന്നത്. 18 വർഷങ്ങൾക്ക് മുൻപ് നീ എന്നെ ഏൽപ്പിച്ചിട്ട് പോയ 5 ദിവസം പ്രായമുള്ള നിന്റെ കുഞ്ഞ്. എനിക്ക് നിനക്ക് മാത്രം അറിയാവുന്ന ഈ സത്യം ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് ഇവളോടുകൂടി പങ്കിടേണ്ടി വന്നു. അനാഥാലയത്തിന്റെ വാതിൽക്കൽ ഉപേക്ഷിച്ചു പോയ ആരുടെയോ കുഞ്ഞാണ് ഇവളെന്ന് നുണ പറയാമായിരുന്നു. പറഞ്ഞില്ല, മനസ്സനുവദിച്ചില്ല. പെറ്റമ്മയില്ലാത്ത കുറവറിയാതെ എൻ്റെ ചൂട് പറ്റിയാണ് കഴിഞ്ഞ 18 വർഷങ്ങൾ ഇവൾ വളർന്നത്. അറിയാതെ ഞാൻ ഇവളെ സ്നേഹിച്ചു പോയി സുധേ. നിന്നെക്കുറിച്ച് ഞാൻ ഇവളോട് എല്ലാം പറഞ്ഞു. Hello, Shiva's here. Hello. 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 എന്താ മോളെ ഇത്? നീ വെറുതെ ഓരോന്ന് ആലോചിച്ചു.
ലേറ്റായതുകൊണ്ട് വന്നപ്പോ കണ്ടില്ല. ഇതാ പ്രസാദം. ഫോണെടുത്ത് വെക്കാം. ആരാ സിസ്റ്റർ ടെസി? ക്ലാസ്മേറ്റ് ആയിരുന്നു. ഹോസ്റ്റലിൽ ഞങ്ങൾ ഒരുമിച്ച്. എന്തേ? ഫോൺ ചെയ്തിരുന്നു. പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ വിളിച്ചോളാം. ഊണെടുത്ത് വെക്കട്ടെ. വേണ്ട വേണ്ട, 1000 വട്ടം പറഞ്ഞില്ലേ. പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ പുറകെ നടക്കണേ? എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നൂടെ? മനസ്സില്ല എനിക്ക്. ഇനി ഈ വീട്ടിൽ നിന്ന് പച്ചവെള്ളം പോലും ഞാൻ കഴിക്കില്ല. മോളെ, എന്നെ അങ്ങനെ വിളിക്കരുത്. വിളിക്കാൻ വേറെ അടുത്തുണ്ടല്ലോ ഇവിടെ. എനിക്ക് കാണണ്ട നിങ്ങള്. അമ്മേന്ന് വിളിക്കാൻ ആരും പണി നിക്ക്. I hate you. I hate you. വേണ്ട. മോള് പറഞ്ഞത് നുണയാണ് എന്ന് കേൾക്കാനാ ഞാൻ നിൽക്കുന്നേ. ആണോ? പറയാൻ പലവട്ടം. മതി. കൂടുതലൊന്നും കേൾക്കാൻ താങ്ങാനുള്ള കരുത്തില്ല എനിക്ക്. സർ, തെറ്റ് എന്റെയാണ്. ഒന്നും ആശിക്കരുതായിരുന്നു. വരരുതായിരുന്നു. ഞാൻ പൊയ്ക്കോളാം. ആരാണ് പോകേണ്ടത്, ആരാണ് തങ്ങേണ്ടത് അറിയില്ല കുട്ടി. തെറ്റും ശരിയും അതും അറിഞ്ഞൂടാ. മുന്നിലിപ്പോ ഇരുട്ട് മാത്രമേ ഉള്ളൂ. ചെറിയമ്മേ, എന്താ മോളെ, എന്താ ഉണ്ടായേ?
മോനെ, ഇങ്ങനെ ഉണ്ണാതെ ഉറങ്ങാതെ എല്ലാവരും അവിടെ എവിടെ മാറിയിരുന്നിട്ട് കാര്യമില്ല. എല്ലാം അറിഞ്ഞ നിനക്ക് ഇനി ഒരു തീരുമാനമെടുക്കേണ്ടത് നീയാണ്. അതിനു മുമ്പ് ആലോചിക്കാൻ വേണ്ടി പറയാണ് ചെറിയമ്മ, അനുസരിക്കാൻ നിർബന്ധിക്കുകയല്ല. ദൈവം കൊണ്ട് തന്നതാണ് ആ കുട്ടിയെ എന്ന് എത്ര പ്രാവശ്യം നീ പറഞ്ഞിട്ടുണ്ട്. ഒരു മകൾക്കുണ്ടാവണമെന്ന് നീ പ്രാർത്ഥിച്ച എല്ലാ നന്മകളോടും കൂടി അവൾ വന്നു കയറി ഇതിവിടേക്കല്ലേ. നിങ്ങളുടെ മകളായി അവൾ ഈ വീട്ടിൽ വളരണം. അത് തന്നെയാ രാമ ദൈവനിയോഗം. 10-17 വർഷം അനുസരിക്കാനും സ്നേഹിക്കാനും മാത്രം അറിയാവുന്ന ഒരു ഭാര്യയായി നിന്റെ കൂടെ ജീവിച്ചവളാ നിന്റെ സ്വതക്കുട്ടി. വിവാഹത്തിന് മുൻപ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവൾക്കുണ്ടായ ഒരു അനുഭവം നാളെ നിന്റെ മകൾക്ക് ഉണ്ടായിക്കൂടുന്നില്ല. ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോൾ നിനക്കത് മനസ്സിലാകും. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും അവൾ നിന്നോട് ചെയ്തിട്ടില്ല. ചെയ്തു, പ്രിയമല്ലാത്തൊരു സത്യം മറച്ചു വെച്ചു. അതിന്റെ ശിക്ഷയായി ഇത്രയും വർഷം അവൾ നീറി നീറി ജീവിച്ചില്ലേ? പോരെ? എല്ലാം സഹിക്കാം. നിന്റെ ഈ വിഷമം അതാണ് അവൾക്ക് താങ്ങാൻ വയ്യാത്തത്. സ്നേഹം കൊണ്ട് എല്ലാം പൊറുക്കാനുള്ള മനസ്സില്ലേ മോനെ നിനക്ക്? ഉണ്ട് ഉണ്ട് ചെറിയമ്മേ. കുട്ടി, ആരുടെ അടുത്തേക്കാണോ കുട്ടി പടികേറി വന്നത്, അവൾ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. അവളെ നോവിക്കരുത്. അച്ഛനെയും അനിയത്തിയും മുത്തശ്ശിയൊക്കെ വിട്ടിട്ട് നിനക്ക് എവിടേക്കാ പോകാനുള്ളത് മോളെ?